അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഷൗക്കത്ത് ദാൻവിയുടെ ഖുദാ ഹാഫിസ് എന്ന ഡ്രാമ അത് നമ്മൾ തുടങ്ങി. അതിൻ്റെ അല്പഭാഗം നമ്മൾ വായിച്ചു. ഇനി അത് മുഴുവനും നമ്മൾ വായിക്കുന്നില്ല. അതിൻ്റെ ഖുലാസ സമ്മറിയാണ് വായിക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ പരീക്ഷയ്ക്കൊക്കെ ഇത് മതി. മീർ സാഹബാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചസ് തയ്യാറാക്കാനുണ്ടാവും. അപ്പോൾ ഇത് വായിച്ചാൽ തന്നെ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. शौकत दानवी ने मज़ाहिया अंदाज में चचा चगन की तरह में मीर साहब की बदहवासियाँ पेश की है. ഷൗക്കത്ത് ദാൻവി മസാഹിയ അന്താസ് മേ വളരെ ഹാസ്യരൂപത്തിൽ ചച്ചാ ചഗൻ എന്ന് പറയുന്നത് ഉറുദു സാഹിത്യത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശസ്തമായ ഒരു ഹാസ്യ കഥാപാത്രമാണ് ചച്ചാ ചഗൻ. ഈ ചച്ചാ ചഗൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്തത് ഇംതിയാസ് അലിയാണ്. പ്രസിദ്ധനായ ഉറുദു സാഹിത്യകാരൻ ഇംതിയാസ് അലിയാണ്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ ചച്ചാ ചഗൻ എന്ന് പറയുന്ന ഹാസ്യ കഥാപാത്രത്തെ പോലെ മീർ സാഹബിൻ്റെ ബദ്ഹവാസി എന്ന് പറഞ്ഞാൽ വെപ്രാളം. നമ്മൾ പറയില്ലേ, വെപ്രാളം. എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ചില ആളുകൾക്ക് ഒരു വെപ്രാളമായിരിക്കും, പേടി, ബേജാറ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് ബദ്ഹവാസി. അപ്പോൾ മീർ സാഹബിൻ്റെ പ്രധാനപ്പെട്ട വീക്ക്നെസ്സാണ് ബദ്ഹവാസി, വെപ്രാളം. അദ്ദേഹത്തിൻ്റെ ആ ഒരു വെപ്രാളം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു സ്വഭാവത്തെ പേഷ് കി ഹൈ അദ്ദേഹം ഷൗക്കത്ത് ദാൻവി ഈ ഡ്രാമയിലൂടെ അവതരിപ്പിക്കുകയാണ്. ഡ്രാമ ഖാസ പുരാന ഹൈ. ഈ ഡ്രാമ വളരെ വളരെ പുരാതനമായ ഒരു ഡ്രാമയാണ്. ഉസ് വക്ത് കാ ഹേ, അത് ആ ഒരു കാലഘട്ടത്തിലെ ഡ്രാമയാണ്. എന്ന് പറയുമ്പോൾ ഈ ഡ്രാമ ഇത് നടക്കുന്ന കാലം എന്ന് പറയുന്നത് വളരെ പുരാതനമാണ്. ആ കാലത്ത് അന്ന് റെയിൽ കാ സഫർ ബി ഘബ്രാഹട്ട് കാ സബബ് തസവ്വുർ ക്യാ ജാതാ ഥാ. ആ കാലത്ത് റെയിൽ കാ സഫർ ബി, ട്രെയിൻ യാത്ര പോലും ഘബ്രാഹട്ട് കാ സബബ്, ഘബ്രാഹട്ട് എന്ന് പറഞ്ഞാൽ വെപ്രാളം, ബേജാറിനുള്ള കാരണമായിട്ട് കണക്കാക്കപ്പെടുന്ന കാലമാണ്. എന്ന് പറയുമ്പോൾ ട്രെയിൻ യാത്ര, ഇന്ന് പ്ലെയിനിലൊക്കെ പോകാത്ത ആളുകൾ യാത്ര പോകാമെന്ന് പറയുമ്പോൾ അവർക്ക് ബേജാറും വെപ്രാളൊക്കെ ഉണ്ടാകും. പക്ഷേ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഇന്ന് വളരെ പരിചിതമാണ്. പക്ഷേ ട്രെയിൻ യാത്ര പോലും വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാലഘട്ടം. ജനങ്ങളത് വളരെ ഭയപ്പാടോടുകൂടി കാണുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട, അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ ഇതിവൃത്തമാക്കി എഴുതപ്പെട്ട ഒരു ഡ്രാമയാണിത്. മീർ സാഹബ് കോ മഖ്ദമേ കെ സിൽസിലേമേം, മീർ സാഹബിനിക്ക് മഖ്ദമേ കെ സിൽസിലേമേം അദ്ദേഹത്തിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് റെയിൽവേ മുഖേന കിസി ദൂസരെ ഷഹർമേം ജാനാഹെ, അദ്ദേഹത്തിന് മറ്റൊരു പട്ടണത്തിലേക്ക് യാത്ര പോകേണ്ടതായിട്ട് വന്നു. ഇസി സിൽസിലേമേം, ഈ ഒരു സിൽസിലയിൽ, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഈ ഒരു സിൽസിലയിൽ, ഈ ഒരു ശ്രേണിയിൽ ഇൻ പർ അദ്ദേഹത്തിനിക്ക് ഘബ്രാഹട്ട്, ബേജാറും ഓർ ബദ്ഹവാസി താരീഖ്, ബേജാറും വെപ്രാളവുമൊക്കെ അദ്ദേഹത്തിനുണ്ടായി. वो अपनी साथ अपने दोस्तों को भी ले जाना चाहते हैं. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ കൂടെ തൻ്റെ സുഹൃത്തുക്കളെയും ലേ ജാന ചാഹ്തേ ഹൈ, കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ചുനാഞ്ചെ, അതുകൊണ്ട് തന്നെ മിർസ സാഹബ്, അദ്ദേഹത്തിൻ്റെ രണ്ട് കൂട്ടുകാരുടെ പേരാണ്. ഒന്ന് മിർസ സാഹബും ഓർ ഷെയ്ഖ് സാഹബ്, അതുപോലെ തന്നെ മറ്റൊരാളാണ് ഷെയ്ഖ് സാഹബ്. അപ്പോൾ മിർസ സാഹബിനെയും ഷെയ്ഖ് സാഹബിനെയും ഇതിനു വേണ്ടി റാസി കർ ലേത്തെ ഹൈ, അദ്ദേഹം സമ്മതിപ്പിക്കുകയാണ്.
പോകാൻ വേണ്ടി എന്ത് ചെയ്യാണ്, തൻ്റെ കൂടെ വരാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയാണ്, അല്ലെ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, പ്രീണിപ്പിക്കുകയാണ് അദ്ദേഹം. ഇമാം സാമിൻ എന്ന് പറയുന്നത് ഇതിൽ മറ്റൊരു കാര്യം ഈ ഡ്രാമയിൽ ഷൗക്കത്ത് ദാൻവി പറയുന്നത് ചില അന്ധവിശ്വാസങ്ങളെക്കുറിച്ചാണ്. ജനങ്ങൾക്കിടയിൽ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളെക്കുറിച്ച്. അതിലൊന്നാണ് ഇമാം സാമിൻ എന്ന് പറയുന്നത് ഒരാൾ യാത്ര പോവുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും, ഇമാം സാമിൻ കെട്ടിക്കൊടുക്കും. എന്തെങ്കിലും കാശോ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് എന്തോ ഏലസ് പോലെ ആക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കെട്ടിക്കൊടുക്കും. അത് പിന്നീട് യാത്രക്ക് കഴിഞ്ഞ് സുരക്ഷിതമായി എത്തിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, എന്തെങ്കിലും നന്മക്ക് വേണ്ടി മറ്റുള്ള പാവപ്പെട്ടവരെ സഹായിക്കാൻ അങ്ങനെയൊക്കെ ചിലവഴിക്കും. അപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ ദൈവം അദ്ദേഹത്തെ സംരക്ഷിക്കും, അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അപകടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്കുണ്ടായത്. അതാണ് ഇമാം സാമിൻ. അങ്ങനെ അദ്ദേഹം യാത്രയ്ക്ക് പോവാണ്. അങ്ങനെ സുഹൃത്തുക്കളൊക്കെ സമ്മതിപ്പിച്ചു, മിർജ സാഹിബിനെയും ഷെയ്ഖ് സാഹിബിനെയും കൂടെ പോരാൻ വേണ്ടി അദ്ദേഹം സമ്മതിപ്പിച്ചു. അങ്ങനെ ഇമാം സാമിൻ ആത്തേഹായി, അദ്ദേഹത്തിന് ഇമാം സാമിൻ എന്ത് ചെയ്യാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ബഡേ സോർ ഷോർ സെ സഫർ കി തയ്യാറിയാം ഹോത്തെ ഹൈ. അങ്ങനെ ഇമാം സാമിൻ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വലിയ എന്താ പറയുക, ശക്തമായ രീതിയിൽ തന്നെ സോർ ഷോർ സെ ശക്തമായ രീതിയിൽ തന്നെ എന്ത് ചെയ്യാണ്, യാത്രക്കുള്ള സഫർക്കി തയ്യാറിയാം, യാത്രക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ദുനിയാ ജഹാൻ ക സാമാൻ ലേ ജാ രഹേ ഹൈ. ലോകത്തുള്ള എല്ലാ സാധനങ്ങളും, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള സർവ്വ സാധനങ്ങളും ഇദ്ദേഹം യാത്രയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, ലേ ജാ രഹേ ഹൈ, അദ്ദേഹം കൊണ്ടുപോവാണ്. ഏതൊക്കെയാണ് സാധനങ്ങളൊന്ന് ലിഹാഫ്, അതായത് ലിഹാഫ് എന്ന് പറയുമ്പോൾ പുതപ്പ് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് എന്താ പറയുക, ഗദ എന്ന് പറഞ്ഞാൽ ബെഡ്, മെത്ത. അതുപോലെ തന്നെ തക്കിയ എന്ന് പറഞ്ഞാൽ തലയിണ, ചാദുർ പുതപ്പ്, തൂഷ്കറ മെത്ത. അതുപോലെ തന്നെ മറ്റുള്ള മറ്റുള്ള ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഉസ്കെ അലാവ്, അതിനൊക്കെ പുറമെ ഉബടൻ ദാനി. എന്താണ് ഉബടൻ ദാനി എന്ന് പറഞ്ഞാൽ കുഴമ്പ് പാത്രം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് തേക്കാൻ വേണ്ടിയുള്ള കുഴമ്പ് പാത്രം. സാബുൻ ദാനി, സോപ്പ് പെട്ടി. മഞ്ചൻ ദാലി, അതുപോലെ തന്നെ പൽപ്പൊടി പാട്ട. അതുപോലെ തന്നെ തൗലിയ, തോർത്ത്. പത്തേലി, എന്താ പറയുക, പാത്രം. പ്ലേറ്റ് എന്നൊക്കെ പറയാം. ഗ്ലാസ്, അതുപോലെ തന്നെ ഗ്ലാസ്. ദാലിയ, അതുപോലെ ദാലിയ എന്ന് പറഞ്ഞാൽ ദാലി എന്ന് പറഞ്ഞാൽ കിണ്ണം, ചെറിയ കിണ്ണം. പത്തേരി എന്ന് പറഞ്ഞാൽ ചെറിയ ചെമ്പ്. അതുപോലെ തന്നെ എന്താ പറയുക, അങ്കേടി കോലിയോ. അങ്കേടി എന്ന് പറഞ്ഞാൽ അടുപ്പ്. അതുപോലെ തന്നെ കോയിലോം എന്ന് പറഞ്ഞാൽ കൽക്കരി. കോയിലോം ക ദൈല, കൽക്കരിയുടെ സഞ്ചി, കൽക്കരി നിറച്ച സഞ്ചി. അന്നൊക്കെ കൽക്കരിയുടെ അടുപ്പുകളാണ് ഉപയോഗിക്കുക. ഇന്നതുപോലെ ഗ്യാസോ മറ്റേ മണ്ണെണ്ണയുടെ സ്റ്റൗ ഒന്നുമല്ല, കൽക്കരി കൊണ്ട് കത്തിക്കുന്ന അടുപ്പ്. വഗൈറ രഖനെ കാ ബി ഹുക്കും ദേത്തെ ഹൈ. അദ്ദേഹം ഇതൊക്കെ എടുത്തു വെക്കാനുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുക്കി വെക്കാനുള്ള ഹുക്കും ദേത്തെ ഹൈ, ആജ്ഞ കൊടുത്തു. അദ്ദേഹം തൻ്റെ തൊഴിലാളികളോട്, തൻ്റെ വേലക്കാരോട് അദ്ദേഹം കൽപ്പിച്ചു. और यूं ही मीर साहब की बदहवासियाം चलती रहती है. ഇതോടൊപ്പം തന്നെ മീർ സാഹബിൻ്റെ ബദ്ഹവാസിയാം, ബേജാറ്, വെപ്രാളം, ചൽത്തി രഹ്തി ഹൈ, അതിങ്ങനെ ബേജാറിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ബീഗം സെ റുഖ്സത്ത് ഹോനെ ഘർമേം ജാത്തെ. അദ്ദേഹം തൻ്റെ ബീഗത്തോട്,
ബീഗം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയായിരിക്കും. ബീഗത്തോട് റുഖ്സത്ത് ഹോനാണ് യാത്ര പറയാം. ബീഗത്തോട് യാത്ര പറയാൻ വേണ്ടി ഘർമേം ജാത്തേ ഹൈ, അദ്ദേഹം വീട്ടിലേക്ക് പോവാണ്. ജഹാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെയാണെങ്കിലോ ഡേർ സാരേ ഇമാം ജാമിൻ ഉൻകാ ഇൻസാർ കർ രഹേ ഹോത്തേ ഹൈ, അവിടെയാണെങ്കിലോ അദ്ദേഹത്തിന് ധാരാളം ഠേർ സാരേ എല്ലാവരും, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഒരുപാട് കൂട്ടം. പിന്നെ എന്താ ഡേർ എന്ന് പറഞ്ഞാൽ കൂട്ടം, കൂമ്പാരം, ധാരാളം. പിന്നെ ഇമാം സാമിൻ്റെ കൂമ്പാരം തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, ഉൻക ഇൻതിസാർ കർ രഹേ ഹോത്തേ ഹൈ, അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഭാര്യയും അങ്ങനെ കുടുംബക്കാരും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് ഇമാം സാമിൻ കെട്ടിക്കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇമാം സാമിൻ ബന്ധുവാത്തേ ഹൈ, ഇമാം സാമിൻ ഇങ്ങനെ എല്ലാവരും ഓരോരുത്തരായി ഇമാം സാമിൻ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നു. ദഹി ചുക്തേ ഹൈ, അതുപോലെ തന്നെ എന്താ പറയുക, ദഹി എന്ന് പറഞ്ഞാൽ തൈര് എന്ത് ചെയ്യുന്നു, രുചിപ്പിക്കുന്നു. ചഖന അല്ലേ, ചഖന എന്ന് പറഞ്ഞാൽ പിന്നെ രുചിപ്പിക്കുക. അപ്പോൾ പിന്നെ അന്നത്തെ മറ്റൊരു ആചാരമാണ് തൈര് രുചിപ്പിക്കുക എന്നുള്ളത്. യാത്രക്ക് പോണ ആൾക്ക് എന്ത് ചെയ്യുക, ശുഭലക്ഷണമായിട്ട് ദഹിതന തൈര് എന്ത് ചെയ്യുക, രുചിപ്പിക്കുക. അതും നല്ല ലക്ഷണമായിട്ടാണ് അന്നുള്ള ആളുകൾ കണ്ടിരുന്നത്. അവരുടെ അന്ധവിശ്വാസമായിരുന്നു അത്. അങ്ങനെ ഇമാം സാമിനെ കെട്ടിക്കൊടുക്കുന്നു, തൈര് കുടിപ്പിക്കുന്നു, ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മറ്റൊരു ഉദർ അവിടെയോ ദോസ്ത് സുഹൃത്ത് ജൽദി കർണേക്കോ രഹേ ഹായ്, അവിടെ സുഹൃത്തിൻ്റെയാണ് ഇയാളെ കാത്തുനിൽക്കുകയാണ്. ഷെയ്ഖ് സാഹിബും മീർസ സാഹിബൊക്കെ ഇയാൾ വരുന്നതും മീർ സാഹിബ് പിന്നെ യാത്രയൊക്കെ പറഞ്ഞ് വരുന്നത് കാത്തുനിൽക്കുകയാണ്. പിന്നെ അവർ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ജൽദി കർണേക്കോ രഹേ ഹായ്, അവരിങ്ങനെ പിന്നെ ധൃതി കാണിക്കണം. അവിടെ ട്രെയിൻ പോകാനുള്ള സമയമായിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പിന്നെ വരാൻ വേണ്ടി അവരിങ്ങനെ ധൃതി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓർ സെനാനേമേം, ഒരു ഭാഗത്ത് എന്ത് ചെയ്യാണ്, ഈ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ പിന്നെ വേഗം വരാൻ വേണ്ടിയിട്ട് ധൃതി കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഓർ സെനാനേമേം, മറ്റൊരു ഭാഗത്താണെങ്കിലോ സെനാനേമേം, പിന്നെ സെനാന എന്നൊക്കെ പറഞ്ഞാൽ, സെനാന എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലം, അതിനെയാണ് മറയൊക്കെയുള്ള വിരിയൊക്കെയുള്ള സ്ഥലം. പർദ്ദ എന്നൊക്കെ അർത്ഥമുണ്ട് ശരിക്കും സെനാനെ, കർട്ടൻ. കർട്ടൻ മറയിൽ സ്ത്രീകൾ താമസിക്കുന്ന തൻ്റെ ഭാര്യയുടെ വാസസ്ഥലത്ത്. റസ്മയും ജാരിഹ, ഇങ്ങനെയുള്ള ഒരുപാട് ആചാരങ്ങൾ. റസ്മയും എന്ന് പറഞ്ഞാൽ ആചാരം, ഒരുപാട് ആചാരങ്ങൾ ഇങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൈര് കുടിപ്പിക്കലും പിന്നെ ഇമാം സാമിന് കെട്ടിക്കൊടുക്കലും ഇങ്ങനെയുള്ള ഒരുപാട് ആചാരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ സുഹൃത്തുക്കളാണെങ്കിൽ അവിടെ തിരക്കൂട്ടാണ്, ഇപ്പോൾ ട്രെയിന് പോകുമെന്ന് പറഞ്ഞുകൊണ്ട്. ഉസ്കാബാദ് അതിനുശേഷം അങ്ങനെ അവിടെ ആചാരങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം അന്തരിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും മനസ്സിൽ നിന്നും ഫർമായിഷ് ആത്തിഹെ, അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉടലെടുക്കുന്നു. എന്താണത്, തൂത്തേ സെ ബി മിൽത്തേ ചായ, തൂത്തെ തൻ്റെ വീട്ടിൽ വളർത്തുന്ന തൻ്റെ ഓമന തത്തയും എന്ത് ചെയ്യണം, മിൽത്തേ ചായ ഒന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുദിച്ചു. അങ്ങനെ തത്തയെ കാണാൻ പോയി. തത്തയെ കണ്ടപ്പോൾ എന്താ പറയുക, ജുദായി എന്ന് പറഞ്ഞാൽ വേർപാട്. ജുദായിമേം ടൈം കർ രഹാഹെ, ടൈം കർണ എന്ന് പറഞ്ഞാൽ തത്ത നിലവിളിക്കുന്നതിനാണ്, ഒച്ച ഉണ്ടാക്കുന്നതിനാണ്, കരയുന്നതിനാണ് ടൈം കർണ എന്ന് പറയുന്നത്. തത്ത എന്ത് ചെയ്തു, ഇങ്ങനെ തൻ്റെ യജമാനൻ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എന്ത് ചെയ്യാണ്, അതിങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ഭാഗത്ത് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിലോ ദൗലത്ത് കോ ചീങ്ക് ആ ജാത്തി ഹേ, ഇവിടെ എന്ത് ചെയ്യാണ്, പിന്നെ ദൗലത്ത് എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ തൊഴിലാളി, പിന്നെ അദ്ദേഹത്തിൻ്റെ വേലക്കാരനക്ക് ചീങ്ക് ആ ജാത്തി ഹേ, പെട്ടെന്ന് എന്ത് ചെയ്യാണ്, തുമ്മാൻ വരികയാണ്. അപ്പോൾ തുമ്മുക എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ എന്താണ്, ഒരാൾ യാത്ര പോകാൻ നേരത്തെ അതിൽപ്പെട്ട ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അത് പിന്നെ അനാചാരമായിട്ടാണ് അവർ കണ്ടിരുന്നത്. ശകുൻ ഖറാബ് ഹോ ജാത്താ ഹൈ, ഇപ്പം എന്താ, അയാൾ തുമ്മിയതോടുകൂടി പിന്നെ അവിടെ ദുശകുനമുണ്ടായി. ശകുൻ ഖറാബ് ഹോ ജാത്താ ഹൈ, ദുശകുനം ഉണ്ടായിത്തീർന്നിരിക്കുകയാണ്. ജാത്തേ രുക് ജാത്തേ ഹൈ, അദ്ദേഹത്തിൻ്റെ പോക്കൊക്കെ എന്തായി, ആകെ നിന്നുപോയി. രുക് ജാന, നിന്നുപോയി, തടസ്സപ്പെട്ടു പോയി. ആ വേലക്കാരൻ
തുമ്മിയതോടുകൂടി യാത്രയ്ക്കാകെ മുടങ്ങി, പോക്കൊക്കാകെ നിന്നു. ബൈട്ട്കർ, അങ്ങനെ ആ തുമ്മി ദുശകുനമുണ്ടായല്ലോ, അത് പരിഹരിക്കാൻ വേണ്ടി ബൈട്ട്കർ അദ്ദേഹം ഇരുന്നു കൊണ്ട് പാൻ കാനേക്കോ കഹ്തേ ഹൈ, ഇരുന്നു കൊണ്ട് പാൻ എന്ന് പറഞ്ഞാൽ പുകയില കഴിക്കാൻ വേണ്ടി പറയാണ്, ഒന്ന് മുറുക്കാൻ വേണ്ടി പറയാണ്. മുറുക്കി കഴിഞ്ഞാൽ എന്താ, ആ തുമ്മിയതിൻ്റെ ദുശകുനം അങ്ങ് പോയി കിട്ടും. പിന്നീട് ചല്നേ ലഗ്തേ ഹൈ, അങ്ങനെ പിന്നെ അതൊക്കെ ആ ദുശകുനൊക്കെ ഒഴിവാക്കിയിട്ട് അവർ പിന്നെ വീണ്ടും യാത്ര പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്താണ് ബില്ലി രാസ്തേ കാട്ട് ജാത്തേ ഹൈ, ബില്ലി ഒരു പൂച്ച പെട്ടെന്ന് അവരുടെ വഴി മുറിച്ച് ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ കുറുകെ ഓടി എന്നർത്ഥം. അപ്പോൾ പൂച്ച കുറുകെ ഓടുക എന്നുള്ളതും എന്താണ്, ദുശകുനമാണ്. ബസ് ഫിർ കഹാൻ കാ സഫർ ക്യാ മഖ്ദമ, ഇനി എന്ത് പറയാനാ, പൂച്ച ഓടിയോടുകൂടി എല്ലാ ദുശകുനങ്ങളും അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇനി ഇനി കഹാൻ കാ സഫർ, ഇനി എന്ത് എവിടേക്ക് യാത്ര പോകാനാണ്, ക്യാ മഖ്ദമേ, എന്ത് കേസാണ് ഇനി നോക്കേണ്ടത്, ഇനി ഒന്നും നോക്കാനില്ല, യാത്രയ്ക്ക് എന്തായി അവസാനിപ്പിക്കേണ്ട സമയമായി. ഒരു നിലക്കും യാത്ര പോകാനുള്ള ശുഭലക്ഷണം കാണുന്നില്ല. സർവവും എന്തായി, പൂച്ച ചാടിയതോടുകൂടി, ദൗലത്ത് തുമ്മിയതോടുകൂടി ഇവിടെ എന്ത് ചെയ്യണം, ആകെ ദുശകുനമുണ്ടായിരിക്കുക. ഇതർ മീർ സാഹബ് കാ ഇറാദ ഡാൻവ ഡോൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ചഞ്ചലമായ മീർ സാഹബിൻ്റെ എന്താ പറയുക, ചഞ്ചലത, അദ്ദേഹത്തിൻ്റെ പോണ്ടേ, അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കുള്ള പോകാനുള്ള വെപ്രാളം, എങ്ങനെ പോകും എന്നൊക്കെയുള്ള ആശങ്ക, അതാണ് ഡാൻവ ഡോൽ എന്ന് പറയുന്നത്. ഡാൻവ ആൻഡ് ഡോൽ. ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിലുള്ള ചഞ്ചലത, ആശങ്ക, അതും ഉദർ. മറ്റൊരു ഭാഗത്ത് ബീഗം ബീഗം ഭാര്യയുടെ ഫർമാൻ, ആജ്ഞ, എന്താണ് അവരുടെ ആജ്ഞ, ഇസ് ബദ്ശഗുനി കെ ബാദ്, ഈ ഒരു എന്താ പറയുക അവലക്ഷണം, ദുശകുനം, ഈ ദുശകുനത്തിന് ശേഷം സഫർ ഹർഗിസ് ന കർണേ ദോംകി, ഒരിക്കലും എന്ത് ചെയ്യാം, ഹർഗിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും യാത്ര നടത്താൻ പാടില്ല എന്നുള്ള അവരുടെ ആജ്ഞ, ആ ആജ്ഞയുമൊക്കെ കൂടി എന്തായി, മഖ്ദമേ ജായേ ബാഡ് മേ ഓർ ഇൻ ബദ്ഹവാസിയോ മേ മീർ സാഹബ് കാ സഫർ ഡൽ ജാത്താ ഹേ, ഇതിലൊക്കെ പെട്ടിട്ട് കേസിൻ്റെ പോക്കും, കേസിന് വേണ്ടിയുള്ള കേസ് നടത്തലും ഒക്കെ എന്തായി, ആകെ ബാടെന്ന് പറഞ്ഞാൽ ശരിക്കും അടുപ്പ് എന്നൊക്കെ അർത്ഥം, അതൊക്കെ ആകെ എന്തായി, അടുപ്പിലായിപ്പോയി എന്ന് പറയാം. ഓർ ഇൻ ബദ് ഹവാസിയോമേ, അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വെപ്രാളത്തിലും അതുപോലെ തന്നെ അവരുടെ ബീഗത്തിൻ്റെ അങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല, ദുശകുനത്തിന് ശേഷം യാത്ര ചെയ്യാൻ പാടില്ല എന്ന ആജ്ഞയും, മഖ്ദമേ ജായേ ബാഡ് മേം ഓർ ഇൻ ബദ് ഹവാസിയോ മേം, ഈ കേസ് നടത്താനുള്ള ആ പോക്ക് ബാഡ്മേ, അതാകെ എന്തായി, ബാഡിലകപ്പെടുകയും, ബാഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും അടുപ്പ് എന്നൊക്കെ അർത്ഥം, അപ്പോൾ ആകെ എന്തായി, അത് കുളമായി എന്നർത്ഥം, നമ്മൾ അടുപ്പിലായി എന്നൊക്കെ പറയില്ലേ, അതന്നെ. ഓർ ഇൻ ബദ് ഹവാസിയോ മേം, അതുപോലെ അങ്ങനെ ഈ വെപ്രാളത്തിൽപ്പെട്ടുകൊണ്ട് മീർ സാഹബ് കാ സഫർ, മീർ സാഹബിൻ്റെ യാത്ര ഡൽ ജാത്താ ഹേ, അതാകെ എന്തായി, ഇല്ലാതെയായി. ഡൽ ജാന എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവുക, അതാകെ എന്തായി, ഇല്ലാതെയായി, യാത്ര തന്നെ മുടങ്ങിപ്പോയി. യാത്രയ്ക്കുള്ള സർവ്വ ഒരുക്കങ്ങളും നടത്തിയിട്ട് അവസാനം ഈ ദുശകുനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ വെപ്രാളം കാരണമായിട്ട് എല്ലാം താറുമാറായി നിലച്ചുപോയി. യാത്ര തന്നെ അവസാനം നിർത്തിവെക്കേണ്ടി വന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.